എവിടെ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അവിടെ? ചേട്ടാ അതിപ്പോ കയ്യിലോട്ട് എടുത്ത് തന്നില്ലെങ്കിൽ എന്താ? 220 കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലേ? ഓഹോ, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയത് ഇതേ മാതൃകയിലായിരുന്നോ? അത് ഇതുപോലെ ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അലമാരയെ പൂട്ടി വെക്കുകയായിരുന്നോ ചെയ്തിരുന്നത്? അതങ്ങനെയൊന്നല്ല. അത് പാർലമെന്റിൽ വെച്ചു, പൊതുസമൂഹത്തിൽ വെച്ചു, പിന്നെ അതിലെ കണ്ടെത്തലുകളും ശുപാർശകളും മനസ്സിലാക്കാൻ രാജ്യത്ത് ഓരോ പൗരന്മാർക്കും അവസരം കൊടുത്തു. അതെ, അതുകൊണ്ട് അതിനെ തുടർന്ന് കേരളത്തിൽ പാലോളി കമ്മിറ്റി വന്നപ്പോഴും സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചപ്പോഴും അത് തങ്ങൾക്ക് അവകാശപ്പെട്ടാണെന്ന് പറയാൻ ആ സമുദായത്തിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകളും രേഖകളും ഉണ്ടായിരുന്നു. അതെ അതെ, അവിടെ സുതാര്യതയായിരുന്നു സർക്കാരിന്റെ മുഖമുദ്ര. എന്താ സുതാര്യത ഇവിടെ വേണ്ടേ? 2023 മെയ്യിലാണ് ജസ്റ്റിസ് JB കോശി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷത്തോളമായി. ഇതുവരെ അതിന്റെ പൂർണ്ണരൂപം നിയമസഭയിൽ വെക്കുകയോ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ എന്താ 220 കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലേ? ഏത് 220 കാര്യങ്ങൾ? ഈ 220 കാര്യങ്ങൾ ഭരണപരമായ ക്രമീകരണങ്ങളോ ഓഫീസ് നടപടിക്രമങ്ങളോ ആണോ എന്ന് ഗുണഭോക്താക്കൾ എങ്ങനെ അറിയും? അതോ സമുദായം കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക, കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, ഇതുപോലുള്ള കാതലായിട്ടുള്ള വിഷയങ്ങളാണോ എന്ന് ഗുണഭോക്താക്കൾക്ക് അറിയണ്ടേ? അത് അറിയാൻ ഒരേ ഒരു വഴിയുള്ളൂ, റിപ്പോർട്ട് പരസ്യപ്പെടുത്തുക. എന്നാലല്ലേ സർക്കാർ എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്നും ആ നടപടി പര്യാപ്തമാണോ എന്നൊക്കെ ഗുണഭോക്താക്കൾക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അതെ, ഈ റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാത്തതും മറ്റു വോട്ട് ബാങ്കുകളെ ബാധിക്കാത്തതുമായ എളുപ്പമുള്ള നിർദ്ദേശങ്ങൾ മാത്രം തെരഞ്ഞുപിടിച്ച് നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് റിപ്പോർട്ടെല്ലാം നടപ്പിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യാം. ഈ റിപ്പോർട്ട് പുറത്തു വന്നാലല്ലേ പ്രധാനപ്പെട്ട എന്തെങ്കിലും ശുപാർശ നടപ്പിലാക്കിയില്ലെങ്കിൽ എന്തുകൊണ്ട് തള്ളിയെന്ന് സമുദായ നേതൃത്വത്തിന് ചോദിക്കാൻ പറ്റുള്ളൂ. നടപ്പിലാക്കിയെന്ന് സർക്കാർ പറയുന്നതിൽ വിശ്വാസ്യത ഉണ്ടാണെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടുക തന്നെ ചെയ്യണം. വിവരാവകാശമുള്ള ജനാധിപത്യ രാജ്യത്ത് പൗരന്മാർ സ്വന്തം അവകാശം എന്താണെന്നറിയാതെ ഇരുട്ടിത്തപ്പി നടക്കുന്നതാണ് ശുപാർശ നടപ്പിലാക്കാത്തതിനേക്കാളും വലിയ അനീതി. വെളിച്ചത്ത് കൊണ്ടുവരാൻ മടിക്കുന്നത് എന്തായാലും ന്യൂനപക്ഷത്തിന് അനുകൂലമാകാനിടയില്ല. ഇരുട്ടത്ത് കൊടുക്കുന്നത് അവകാശങ്ങളല്ല, ഔദാര്യമാണ്. കണക്ക് പുസ്തകം തുറന്നു വെച്ച് സംസാരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകേണ്ടതല്ലേ?